റിങ്കു സിംഗിന് പകരക്കാരനായി പ്ലേയിംഗ് 11-ലെത്തിയ സഞ്ജുവാണ് അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ഇടം കൈ വലം കൈ കോമ്പിനേഷനിലുള്ള ബാറ്റർമാർ ടോപ്പ് ഓർഡറിൽ വേണമെന്ന ടീം മാനേജ്മെന്റ് തീരുമാനിച്ചതോടെയാണ് സഞ്ജുവിന് ഓപ്പണർ സ്ഥാനം ലഭിച്ചത്. നേരിട്ട രണ്ടാമത്തെ പന്തിൽ തന്നെ സിക്സർ അടിച്ചുകൊണ്ട് സഞ്ജു തന്റെ വരവറിയിക്കുകയും ചെയ്തു. ഇതോടെ ചെപ്പോക്ക് സ്റ്റേഡിയം ആവേശക്കടലായി. പിന്നാലെ ലെഗ് ബൈയിലൂടെ ഒരു ബൗണ്ടറി കൂടി ആദ്യ ഓവറിൽ ലഭിച്ചതോടെ ഇന്ത്യ ആദ്യ ഓവറിൽ തന്നെ 13 റൺസ് അടിച്ചു. ബ്ലെസ്സിംഗ് മുസർബനി എറിഞ്ഞ രണ്ടാം ഓവറിലും സഞ്ജു ഒരു സിക്സർ കൂടി പറത്തി. ഇതോടെ 2 ഓവറിൽ ഇന്ത്യ 23 റൺസിലെത്തി. മൂന്നാം ഓവറിൽ അഭിഷേക് ശർമ്മ 2 ബൗണ്ടറി നേടിയതിന് പിന്നാലെ സഞ്ജുവും ബൗണ്ടറി നേടി. ആകെ 2 സിക്സും ഒരു 4ഉമാണ് സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത്. 4-ാം ഓവറിൽ സിംബാബ്വെ പേസർ ബ്ലെസ്സിംഗ് മുസർബനി എറിഞ്ഞ ഷോർട്ട് ബോളിൽ പുൾ ഷോട്ടിന് ശ്രമിച്ച സഞ്ജു പുറത്തായെങ്കിലും പവർ പ്ലേയിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം നൽകാൻ സഞ്ജുവിന്റെ ഇന്നിംഗ്സ് സഹായകമായി. ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പാണ് സഞ്ജു അഭിഷേക് ശർമ്മ സഖ്യം കൂട്ടിച്ചേർത്തത്. 2026-ൽ കളിച്ച കഴിഞ്ഞ 11 T20 ഇന്നിംഗ്സുകളിലും ഇന്ത്യയുടെ ഏറ്റവും മികച്ച 1-ാം വിക്കറ്റ് കൂട്ടുകെട്ടാണിത്. ഈ ലോകകപ്പിൽ നമീബിയക്കെതിരായ മത്സരത്തിലും സഞ്ജു കളിച്ചിരുന്നു. അന്ന് 8 പന്തിൽ നിന്ന് 22 റൺസാണ് സഞ്ജു എടുത്തത്. 2015-ൽ സഞ്ജു തന്റെ രാജ്യാന്തര T20 അരങ്ങേറ്റം കുറിച്ചതും സിംബാബ്വെക്കെതിരായിരുന്നു. രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറിയ ശേഷം സഞ്ജു സാംസൺ ആദ്യമായാണ് ഹോം ഗ്രൗണ്ടിൽ കളിക്കാനിറങ്ങിയത്. ടോസ് സമയത്ത് സഞ്ജു കളിക്കുന്ന വിവരം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞപ്പോൾ തന്നെ വൻ ആരവമാണ് സ്റ്റേഡിയത്തിൽ ഉയർന്നത്. ഇതോടെ സൂര്യയും ചിരിച്ചുപോയി. സഞ്ജു കീപ്പ് ചെയ്യുമോ എന്ന് ബ്രോഡ്കാസ്റ്റർ അവതാരകനായ രവിശാസ്ത്രി എടുത്തു ചോദിച്ചപ്പോൾ സൂര്യ അതേ എന്ന മറുപടി നൽകുകയും ചെയ്തു. ഇതോടെ സ്റ്റേഡിയം വീണ്ടും ഇളകി മറിഞ്ഞു. ഈ കളിയിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര റെക്കോർഡ് പ്രകടനമാണ് പുറത്തെടുത്തതെന്ന് പറയാം. ഇന്ത്യൻ ടീമിന്റെ ശക്തമായ തിരിച്ചുവരവിന് പിന്നിലെ നിർണായക താരമായി മാറിയത് സഞ്ജു സാംസണും. ഓപ്പണിംഗിലേക്ക് സഞ്ജു തിരിച്ചെത്തിയതാണ് ഇന്ത്യക്ക് കരുത്തായത്. സഞ്ജുവിന് വലിയ സ്കോർ നേടാൻ സാധിച്ചില്ലെന്ന നിരാശ പലരും പങ്കുവച്ചിരുന്നു. എന്നാൽ ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ സഞ്ജുവിന്റെ പ്രകടനത്തിൽ വളരെ സന്തോഷവാനായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. നേരിട്ട രണ്ടാം പന്ത് ബാക്ക് ഫൂട്ടിലേക്ക് ഇറങ്ങി സഞ്ജു തകർപ്പനൊരു സിക്സർ പറത്തിയപ്പോൾ ഗംഭീറിന്റെ മുഖത്ത് സന്തോഷ ചിരിയുണ്ടായിരുന്നു. സഞ്ജു സാംസൺ പുറത്തായപ്പോൾ ഗംഭീറിനെ നിരാശയോടെയാണ് കാണപ്പെട്ടത്. എന്നാൽ സഞ്ജുവിനെ ഏൽപ്പിച്ച ജോലി അവൻ കൃത്യമായി ചെയ്തിട്ടുണ്ടെന്ന ബോധ്യം ഗംഭീറിനുണ്ടായിരുന്നു. വിക്കറ്റ് നഷ്ടമായി ഡഗൌട്ടിലേക്ക് എത്തിയ സഞ്ജുവിനെ പ്രശംസിക്കുകയാണ് ഗംഭീർ ചെയ്തത്. സഞ്ജുവിന് വലിയ സ്കോർ നേടാൻ സാധിക്കാനായില്ലെങ്കിലും ഇന്ത്യക്ക് അടിത്തറയൊരുക്കാൻ അവന് സാധിച്ചിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. സഞ്ജു കളിച്ച 2 മത്സരത്തിൽ മാത്രം ഇന്ത്യയുടെ ഓപ്പണർമാർ ഡക്കായില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും ചേർന്ന് ഓപ്പണിംഗിലേക്ക് ഇറങ്ങിയ 4 മത്സരത്തിലും ഒരാൾ ഡക്കിനാണ് പുറത്തായത്. 3 തവണ അഭിഷേക് ഡക്കായപ്പോൾ 1 തവണ ഇഷാനും ഡക്കിന് മടങ്ങി. എന്തായാലും സഞ്ജുവിന്റെ പ്രകടനം വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. T20 ലോകകപ്പിലെ ശേഷിക്കുന്ന മത്സരങ്ങളിലും സഞ്ജുവിന് ഓപ്പണിംഗിൽ സീറ്റുണ്ടാവുമെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുത്തതെന്ന് പറയാം. സഞ്ജു ഓപ്പണിംഗിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. ഇടത് വലത് കൂട്ടുകെട്ട് ഫലം കാണുന്നു. കൂടാതെ എതിരാളികളുടെ സ്പിൻ തന്ത്രം പൊളിയും. സഞ്ജുവും അഭിഷേകും ആത്മവിശ്വാസത്തോടെ അതിവേഗം റൺസ് ഉയർത്തുമ്പോൾ പവർ പ്ലേക്കുള്ളിൽ തന്നെ ഇന്ത്യക്ക് മികച്ച സ്കോറിലേക്ക് എത്താൻ സാധിക്കുകയാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകവുമാണ്. ഇനി വിൻഡീസിനെതിരായ മത്സരമാണ് സൂപ്പർ 8-ൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത്.